ദുരന്തബാധിതരുടെ വായ്പാ കുടിശ്ശികകൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗം ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. ആ വായ്പാ കുടിശ്ശിക വിവിധ ബാങ്കുകളിലായിരുന്നു. അത് സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ ഹൈക്കോടതി അതിലിടപെട്ടു. അതിശക്തമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായി. പക്ഷേ നിശ്ചിത കാലാവധി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചെങ്കിലും അത് നീട്ടി പോകുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടായത്. ആ സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ആ വായ്പാ കുടിശ്ശിക ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. വിവിധ ബാങ്കുകളിലായി 555 ഗുണഭോക്താക്കൾക്കുള്ള 1620 വായ്പകളുടെ കുടിശ്ശിക തുക 18,75,00,000 രൂപ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന് കേന്ദ്ര സർക്കാരിനോട് പലവട്ടം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു അടുത്ത കടമ്പ. ജനകീയ കൂടിയാലോചനയിൽ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ അഭിപ്രായം തേടി. ആ കാര്യങ്ങളിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തിയത്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള 31 ഇടങ്ങളിലാണ് ഭൂമി മാർക്ക് ചെയ്തത്. അവയെല്ലാം വിശദമായി പരിശോധിച്ചു. അങ്ങനെ പട്ടിക 9 ചുരുക്കി. പിന്നീട് പുനരധിവാസത്തിന് അർഹതയുള്ളവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുന്നതിന് തത്വത്തിൽ തീരുമാനമെടുത്തു. ആദ്യഘട്ടമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെ ഒരു കുടുംബത്തിന് 7 സെന്റ് ഭൂമി വീതവും മറ്റ് പൊതു സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചും 410 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനാകുമെന്ന് കണ്ടെത്തി. അങ്ങനെ വന്നപ്പോൾ പുനരധിവാസം എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് മാത്രം മതി എന്ന് തീരുമാനിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് 2024 ഒക്ടോബർ പുറപ്പെടുവിച്ചു. നവംബറിൽ ഫേസ് 1 ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് കോടതി വ്യവഹാരമുണ്ടായി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിന് അല്പനാൾ തടസ്സം നേരിട്ടു. ഹൈക്കോടതി അനുമതി ലഭിച്ചു. അതിനെ തുടർന്ന് റിക്കാർഡ് വേഗത്തിലാണ് വിലനിർണ്ണയവും സർവേ നടപടികളും പൂർത്തിയാക്കിയത്. 2025 ഏപ്രിലിൽ 44,33,00,000 രൂപ കോടതിയിൽ കെട്ടിവെച്ചു. അന്നേ ദിവസം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി. ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ നിലവിലെ കണക്കുകളനുസരിച്ച് 402 കുടുംബങ്ങളിലെ 1662 പേരാണ് ഇവിടെ താമസിക്കുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അതിൻ്റെ പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ ആക്രമിക്കാൻ തയ്യാറായവരുണ്ട്. ഊരാളുങ്കലിൻ്റെ ചരിത്രവും വളർച്ചയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂലി അടിമത്തത്തിൽ നിന്നും തൊഴിലാളികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ തുടങ്ങിവെച്ച സ്ഥാപനമാണത്. ആ ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി അങ്ങനെയാണ് പടിപടിയായി മുന്നേറിയത് എന്നത് നാം കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാലം വേനൽക്കാലം എന്ന വ്യത്യാസമില്ലാതെയാണ് കഴിഞ്ഞ കാലത്ത് മഴയുണ്ടായത്.
ഇപ്പോൾ വേനൽ മഴ ശക്തമായി, തുടർന്ന് വന്ന കാലവർഷം ശക്തമായി, തുലാവർഷവും നല്ല രീതിയിലുണ്ടായി. ഇതൊക്കെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനെല്ലാം മറികടന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ മുൻപോട്ട് കൊണ്ടുപോയത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ടൗൺഷിപ്പ്. അതിൻ്റെ ഭാഗമായ ഓരോ തൊഴിലാളിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. രമേശന്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്ത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സിയാലിൻ്റെ MD സുഹാസിനെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം ക്രിയാത്മകമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അനിതരസാധാരണമായ വൈഭവമാണ് നമ്മുടെ ഇവിടുത്തെ കലക്ടർ ഈ കാര്യങ്ങളിലെല്ലാം കാണിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ അവരിതിൻ്റെ കൂടെയുണ്ടായിരുന്നു. അവരെയും കൂടെയുണ്ടായിരുന്നു. അവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമാകെ പഴയ ചീഫ് സെക്രട്ടറി വേണു ആയാലും ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ആയാലും ഇവരെല്ലാം നല്ല നിലക്ക് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരുടെ കീഴിലുള്ള സംഘം, ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ജയതിലകനെയും ആ ടീമിന് നേതൃത്വം കൊടുത്ത ജയതിലകനെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇവിടെ ടൗൺഷിപ്പ് കൊണ്ട് വിഭാവനം ചെയ്തത് നമ്മളിവിടെ താമസിക്കാനുള്ള ആളുകൾക്ക് കുറച്ച് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത്